വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു സൈൻ വേവ് ഇൻവെർട്ടറിന്റെ മദർ ബോർഡിന്റെ മെയിൻ ഐ സി ആയിട്ടുള്ള പിക് 13F2010 എന്ന് പറയുന്ന ഒരു ഐ സി എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു പുതിയ ഐ സി നമ്മൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇതിന്റെ സോഫ്റ്റ്വെയർ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഐ സിക്ക് അകത്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഈ ഒരു ഇൻവെർട്ടർ ബോർഡ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണ് നമുക്കിന്ന് കാണിച്ചു തരാനായിട്ട് നിങ്ങൾക്ക് പോകുന്നത്. ഇതുപോലെ നമ്മളൊരു ഇൻവെർട്ടറിന്റെ ബോർഡ് സോൾഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഈ ഇൻവെർട്ടർ ബോർഡിന്റെ അടിവശവും നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ ഇതുപോലെ നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെക്ക് ചെയ്ത് നോക്കണം. ഇതിന്റെ വർക്കിംഗ് പ്രോപ്പർ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഇതിന്റെ മെയിൻ ഒരു ഐ സി ഉണ്ട്. ഇതിന്റെ മെയിൻ ഐ സിയുടെ പേര് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. DSP13F2010 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 28 ലെഗുള്ള മെയിൻ പ്രോഗ്രാം ഐ സി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതിനൊരു പൊസിഷൻ ഉണ്ട് ഐ സി ഇടുന്നതിന് വേണ്ടിയിട്ട്. ഈ കട്ടിംഗ് ഉള്ള ഭാഗത്തു നിന്ന് ലെഫ്റ്റ് നിന്നാണ് ഇതിന്റെ ഒന്നാമത്തെ പിന്ന് വരിക. അപ്പോൾ ഇതിന്റെ ഐ സി ബേസിലും ഇതുപോലെ ഒരു കട്ടിംഗ് മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. അത് പാരന്റ് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ ഐ സി നമ്മൾ ഇതിനകത്തേക്ക് പ്രോഗ്രാം ചെയ്തതിന് ശേഷം നമ്മൾ ഇടേണ്ടത്. അപ്പൊ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഐ സി ആണെങ്കിൽ നേരിട്ട് ഇതിനകത്ത് ഇൻസെർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. നേരിട്ട് ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രോഗ്രാം ഉണ്ടായിരിക്കില്ല. അപ്പൊ ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഐ സി ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ LCD ഡിസ്പ്ലേയിൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ബ്ലാങ്ക് ആയിട്ട് ലൈറ്റ് കത്തി നിൽക്കുന്നതായിരിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ ഐ സി പിക് 13F ഐ സി പ്രോഗ്രാം ചെയ്യുന്ന പിക്കറ്റ് 3 എന്ന് പറയുന്ന പ്രോഗ്രാമർ. അപ്പോൾ ഇതിന്റെ ബേസ് ആണ് ഐ സി ഉറപ്പിക്കാനുള്ള 28 ലെഗുള്ള ബേസ് ആണ് ഈ കാണുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പൊ ആ സർക്യൂട്ട് ഡിസൈൻ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്കാണ് നമ്മൾ ഈ പിക് 13F ഐ സി ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ കേബിൾ ഈ പ്രോഗ്രാമറിന്റെ എൻഡ് വശം ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു USB കേബിൾ വന്നിട്ടുണ്ടാവും. ഇത് നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തതിന് ശേഷമാണ് കമ്പ്യൂട്ടറിൽ നിന്ന് ആ പ്രോഗ്രാം ഈ സോഫ്റ്റ്വെയർ ഈ പിക്കറ്റ് 3 എന്ന് പറയുന്ന പ്രോഗ്രാമർ വഴി നമ്മൾ ഐ സിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രോഗ്രാമറിന്റെ ഐ സി ബേസിലേക്ക് ഈ 28 ലെഗുള്ള പിക് 13F അതിനൊരു പൊസിഷൻ ഉണ്ട്. നമ്മൾ ആ സർക്യൂട്ട് എങ്ങനെയാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ 28 ലെഗ് കറക്റ്റ് പൊസിഷൻ വരാവുന്ന രീതിയിൽ ഉറപ്പിച്ചതിന് ശേഷം ഈ ഐ സിനെ ഉറപ്പിക്കുക. ഈ ക്ലിപ്പ് താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ ഐ സി അവിടെ ലോഡ് ആവും. അതിനുശേഷം ഉറപ്പിക്കുക. പ്രോഗ്രാമറിന്റെ ഈ USB കേബിള് നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പിന്റെയോ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെയോ മറ്റേ USB പോർട്ടിനകത്തേക്ക് നമ്മൾ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിവിടെ ലൈറ്റ് കത്തുന്നത് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ പ്രോഗ്രാമറിന്റെ ഡാറ്റ കേബിള് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ വഴി പവറിന്റെ ലൈറ്റ് കത്തി, ആക്റ്റീവ് എന്നുള്ള ലൈറ്റ് കത്തി. അതുപോലെ തന്നെ നമ്മൾ ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ LED ലൈറ്റ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ കണക്ഷൻ കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റ് നമുക്ക് ഇവിടെ കത്തി നിൽക്കും. അതിനുശേഷം ഈ പിക്കറ്റ് 3 എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിനകത്ത് ആദ്യമേ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം ഈ പിക്കറ്റ് 3യുടെ ഈ സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതുപോലൊരു സ്ക്രീനാണ് നമുക്ക് വിസിബിൾ ആയിട്ട് വരിക. ആ സ്ക്രീൻ വിസിബിൾ ആയി കഴിഞ്ഞാൽ അതിന്റെ നേരെ മുകളിലേക്ക് വരിക, ഫയൽ സെലക്ട് ചെയ്യുക, അതിനകത്ത് ഇമ്പോർട്ടൻ്റ് എക്സ് കൊടുക്കുക. നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും എവിടെയാണ് ആ ഫയൽ കിടക്കണേ എന്നുള്ളത് നോക്കാം. നമുക്ക് ഈ ഫയൽ സെലക്ട് ചെയ്തു, നമ്മൾ അതിനകത്ത് ഓപ്പൺ കൊടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ കോഡ് ഇവിടെ കംപ്ലീറ്റ് ഈ കോളത്തിൽ ഫുള്ളായിട്ട് വന്ന് നിന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് കൊടുക്കുക. പ്രോഗ്രാം സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു പ്രോഗ്രാം ഐ സിയിലേക്ക് ഇൻസെർട്ട് ചെയ്യുന്ന വിധം. അങ്ങനെ 28 ലെഗുള്ള ഈ ഐ സി പ്രോഗ്രാം ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഐ സി ബേസിലേക്ക് പതുക്കെ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക. ഇൻസെർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ലെഗുകളൊന്നും മടങ്ങി പോകരുത്. കറക്റ്റ് പൊസിഷനിലാക്കി വെച്ചതിന് ശേഷം പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഒരു ബോർഡ് 2 ഡ്രൈവ് ഐ സിയും ഇൻസ്റ്റാൾ ചെയ്തു. അതിൻ്റെ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉള്ള ഐ സിയും ഇൻസ്റ്റാൾ ചെയ്തു. അതിൻ്റെ
LM324 കമ്പാരേറ്റർ ഐ സി, അതേമാതിരി മെയിൻ ഐ സി, ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് ഈ ബോർഡിന്റെ പ്രവർത്തനം ഓക്കെ ആണോന്ന് അറിയാൻ വേണ്ടിയിട്ട്, നമുക്ക് എന്തെങ്കിലും ഷോർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ പ്ലസ് മൈനസോ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ടെസ്റ്റ് ലാമ്പ് 12 വോൾട്ടിന്റെ ബോർഡാണെങ്കിൽ 12 വോൾട്ടിന്റെ ഒരു ടെസ്റ്റ് ലാമ്പ് സീരീസ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് ലാമ്പ് കത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും ബോർഡിന് എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോന്ന്. അല്ലാതെ ഡയറക്റ്റ് കൊണ്ടുപോയി ഫ്യൂസോ അതൊന്നും ഇല്ലാതെ ഡയറക്റ്റ് ഒരു ബോർഡ് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററിയിൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ബോർഡ് ചിലപ്പോൾ വല്ല റെസിസ്റ്ററോ ട്രാൻസിസ്റ്ററോ അല്ലെങ്കിൽ ഐ സി ഒക്കെ അടിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിത് എപ്പോഴും കെയർ ചെയ്തതിന് ശേഷം മാത്രമേ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാനായിട്ട് പാടുള്ളൂ. ഇങ്ങനെ നമ്മൾ ഐ സി ഇൻസെർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു ടെസ്റ്റ് ലാമ്പ് സീരീസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ബാറ്ററിക്കും ബോർഡിനും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഷോർട്ടോ കാര്യങ്ങളോ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ജസ്റ്റ് ബാറ്ററിയിൽ നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയാൽ മതി. ബാറ്ററിയിൽ ടച്ച് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഡിസ്പ്ലേയിൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. സിസ്റ്റം നോട്ട് റെഡി, ബാറ്ററി വോൾട്ടേജ്, എ സി ഇന്ന്, ബാറ്ററി വോൾട്ടേജ്, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഡിസ്പ്ലേയിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്ത ഐ സി മാത്രമേ നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഒരു ബ്ലാങ്ക് ഐ സി ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡിസ്പ്ലേയിൽ ലെറ്ററോ കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഒരു മെയിൻ ഐ സി, ഇൻവെർട്ടറിന്റെ മെയിൻ ഐ സി പ്രോഗ്രാം ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ മെയിൻ ഐ സി പ്രോഗ്രാം ചെയ്തതിന് ശേഷം മൾട്ടിമീറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇതിന്റെ ഡ്രൈവ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അതായത് പ്ലസും മൈനസും ഈ ബോർഡിന്റെ പ്ലസും മൈനസും ബാറ്ററിയിൽ കണക്ട് ചെയ്തതിന് ശേഷം മൾട്ടിമീറ്റർ 20 വോൾട്ടിൽ ഇട്ടതിന് ശേഷം 4 ചാനലിലെയും ഡ്രൈവ് വോൾട്ടേജ് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ 4 ചാനലിലും ഡ്രൈവ് വോൾട്ടേജ് ചെക്ക് ചെയ്തു ഈ ബോർഡിന് ഷോർട്ടൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മളൊരു ക്യാബിനകത്ത് ഫിറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിന് ശേഷം മാത്രമേ അത് ചെയ്യാനായിട്ട് പാടുള്ളൂ. നിങ്ങളിപ്പോൾ കണ്ടത് ഒരു ഇൻവെർട്ടറിന്റെ മെയിൻ ഐ സി പ്രോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ്. ഇപ്പോൾ ഇഷ്ടമായിട്ടുള്ളവരും മനസ്സിലാക്കിയിട്ടുള്ളവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.